ചിക്കനിലേക്ക് കുറച്ച് തൈര്, കുറച്ച് ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് ചെറുനാരങ്ങയും കൂടെ നന്നായിട്ട് അങ്ങോട്ട് പീഞ്ഞ് മിക്സാക്കി സെറ്റാക്കി വെക്കുക 2 മണിക്കൂറേക്ക്. എന്നിട്ട് വേറൊരു ചട്ടിയിൽ കുറച്ച് മൈദപ്പൊടി, കുറച്ച് കോൺഫ്ലോർ, കുറച്ച് ഓട്സ്, കുറച്ച് ഗരം മസാല, കുറച്ച് മുളക് പൊടി, കാശ്മീരി ആണെങ്കിൽ ബെറ്റർ, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നാക്കി മിക്സ് ചെയ്യുക. അപ്പോൾ സെറ്റാക്കിയ ചിക്കൻ ആദ്യം പൊടിയിൽ മുക്കുക, പിന്നെ മുട്ടയിൽ മുക്കുക, വീണ്ടും പൊടിയിലേക്ക് തന്നെ മുക്കുക. എന്നിട്ട് നല്ല തിളച്ച ഓയിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ് ബെസ്റ്റ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഹോം മെയ്ഡ് KFC ചിക്കനാണ്. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. കുറച്ച് ചട്നി, ഇത്തിരി മയണൈസ്. ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ ഒരു അൽഫാം ഉണ്ടാക്കാൻ പോകണം. അൽഫാമിനെ പോലെ ഒരാളെ ചിക്കൻ അല്ല ആദ്യം നന്നായിട്ട് അടിച്ചങ്ങോട്ട് പരത്തുക. എന്നിട്ടേ നന്നായിട്ട് അങ്ങോട്ട് വരയുക. മസാല പൊടിക്കാൻ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, കുരുമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, വിനാഗിരി, സുറുക്കല്ല അതങ്ങോട്ട് ഒഴിച്ചിട്ട് ചിക്കൻ അതിൽ മുങ്ങി കിടക്കട്ടെ ഒരു അരമണിക്കൂർ. എന്നിട്ട് മല്ലി, വറ്റൽ മുളക്, ഉണക്കമുളക്, അതും നല്ല ജീരകം, അതിൻ്റെ 4 പെരുംജീരകം കൂടി നന്നായിട്ട് അങ്ങോട്ട് വറ എന്നിട്ട് അതങ്ങോട്ട് പൊടിക്കുക. അതിക്ക് തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയിലയും കൂടി നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ചിക്കൻ എടുത്തിട്ട് ആ മസാല നന്നായിട്ട് തേച്ചിന് പിടിപ്പിക്കുക. എന്നിട്ട് അതിന് മേലെ കൂടെ ഗരം മസാലയും വെളിച്ചെണ്ണ ഒട്ടിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ മിനിമം 3-4 മണിക്കൂറെങ്കിലും വെക്കണം. എന്നിട്ട് ഒരു പാനിൽ ആദ്യത്തെ 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, പിന്നത്തെ 15 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചും തിരിച്ചോട്ടിട്ട് അങ്ങോട്ട് വേവിക്കുക. എന്നിട്ട് സ്മോക്കി ടേസ്റ്റ് ഇട്ടിട്ടുണ്ട് അൽഫാമിന്. അപ്പോൾ ഇതേപോലെ കരിയിൽ എണ്ണ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ അൽഫാമായി. അൽഫാമിനെ പോലെ ആളായി. ഇന്ന് നമ്മളൊരു ജബറൻ ഐറ്റായിട്ട് വന്നിട്ടുള്ളത് പ്രഗ്നന്റ് ചിക്കൻ അഥവാ പള്ളിയിലുള്ള കോഴി. അപ്പോൾ ഇതിന് വേണ്ടത് വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞത്, കാശ്മീരി ചില്ലി 2 ടീസ്പൂണ്, മന്തി മസാല 3 ടീസ്പൂണ്, ഗരം മസാല 3/4 ടീസ്പൂണ്, ഉപ്പ് ആവശ്യത്തിന് 2-3 ടീസ്പൂണ്, നാരങ്ങയും പിഴിഞ്ഞ് കുഴമ്പാക്കി വാർണിഷ് അടിക്കും പോലെ ചിക്കന്റെ മേലെ അങ്ങോട്ട് പൊത്തുക. തൈക്കാട്ടുംപടി മുഹമ്മദിഖാന്റെ ഗൾഫിലെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. നെയ്യ് ചൂടായതിനു ശേഷം തക്കാളി, വല്യുള്ളി, മാഗി ക്യൂബ്, മഞ്ഞപ്പൊടി, ഗരം മസാല, മന്തി മസാല, ഇലകൾ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കടലപ്പരിപ്പ് വേവിച്ചതും മുളക് പൊടി ഇട്ട് മസാല മാറ്റി വെക്കുക. ഇനി അണ്ടിപ്പരിപ്പ്, ബദാം, മുന്തിരി, ഉണക്കമുന്തിരി കുരുയില്ലാത്ത കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി വഴറ്റിയെടുത്ത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തായി നാടമുട്ടയോ കാടമുട്ടയോ ഉപയോഗിക്കാം. വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു യുദ്ധം ഒഴിവാക്കാനായി കാടമുട്ടയാവും നന്നാവുക. പള്ള നിറച്ച് തിന്നുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പക്ഷെ പള്ള നിറച്ച് കൊടുക്കണ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാരം. ഒരു അച്ചടക്കം കിട്ടാൻ കയ്യും കാലും കെട്ടി വെക്കുന്നത് നല്ലതാണ്. ഇനിയാണ് ആയുധം വെച്ചിട്ടുള്ള കളി. MBBS കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കും പരീക്ഷിക്കാവുന്നതാണ്. ചിക്കൻ വേവിക്കണ സമയത്ത് ഓട്ടോമാറ്റിക് ഡെലിവറി ഉണ്ടാവാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് അടുത്ത എപ്പിസോഡ് കാണാം. ബീഫില്ലാതെ മലയാളിക്ക് എന്താ ആഘോഷം? ഇന്നൊരു കിടിലൻ ബീഫ് റെസിപ്പിയാണ്. അന്നമ്മച്ചേട്ടത്തി സ്പെഷ്യൽ ബീഫ് പെരളൻ. വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 10-20 ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനിയാണ് നമ്മുടെ താരത്തിനെ വേദിയിലേക്ക് ഇറക്കേണ്ട സമയം. സമയക്കുറവുള്ളവർക്ക് ബീഫ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇട്ട് വേവിക്കാം. ലോക്ക്ഡൌൺ ആയ കാരണം എനിക്ക് ഇഷ്ടം പോലെ സമയമാണ്. ബീഫിലേക്കുള്ള മസാലയ്ക്കായിട്ട് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഒടുക്കത്തെ ഒരു സ്മെല്ല് വരും. സ്മെല്ല് കണ്ട് കഴിക്കാൻ നിൽക്കരുത്, സാധനം വേവണം. ഇനി ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഗരം മസാല, പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് വരട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുക. ഓൾറെഡി ബീഫ് വേവിച്ചിടുന്നവര് വേവിക്കേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്ത് ബീഫൊക്കെ ഒന്ന് വെന്ത് നല്ലപോലെ വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് കുരുമുളക് പെരളൻ റെഡിയാണ്. ഒരു രക്ഷയില്ലാത്ത റെസിപ്പിയാണ്. താങ്ക്സ് ടു അന്നമ്മ ചേട്ടത്തി. അപ്പൊ കേരള പൊടി ഹിയർ. ബൈ. ഇത് നമ്മുടെ നാടൻ തേങ്ങയാണ്. ഇത് വെച്ചിട്ട് എങ്ങനെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. വെർജിൻ കോക്കനട്ട് ഓയിൽ. ആവശ്യങ്ങൾക്ക് മില്ലിൽ നിന്നാണ് വെളിച്ചെണ്ണ വാങ്ങിയത്. പക്ഷേ വെർജിൻ കോക്കനട്ട് ഓയിൽ, ഉരുക്ക് വെളിച്ചെണ്ണ ഒരുപാട് ഔഷധ ഗുണമുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. കാണണം. ആദ്യം നമ്മൾ ആ തേങ്ങ ഒന്ന് പൊട്ടിക്കുക. ഇനി അതൊന്ന് തിരുവി എടുക്കുക. ഇനി തിരുവിയ തേങ്ങയെ മിക്സിയിലിട്ടൊന്ന് ഒടിച്ചെടുക്കുക. ഇനി വൃത്തിയായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. പാല് മുഴുവൻ ഇങ്ങ് പോരട്ട്. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി അതിനെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇനി സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളകി കൊടുക്കണം കേട്ടോ. ഇളകിക്കൊണ്ടിരിക്കണം. ഇനി കുറച്ച് നേരം ഇളക്കുന്ന പരിപാടിയാണ് കേട്ടോ. ഇളകിക്കൊണ്ടിരിക്കണം. തിളച്ച് വരണണ്ട. ഇതൊന്നും നോക്കരുത്. വീണ്ടും ഇളകിക്കൊണ്ടിരിക്കണം. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇതുപോലെ ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കണം കേട്ടോ. കേട്ടോ. ഇനി വാങ്ങി തണുക്കാൻ വെക്കണേ. എണ്ണ ഇതുപോലെ തെളിഞ്ഞ് വരും കേട്ടോ. ഇനി ഇതുപോലെ ഗ്ലാസ് ബോട്ടിലിൽ ഒഴിച്ചെടുക്കുക. ഇതിപ്പോൾ 1.5 മുറി തേങ്ങയിൽ നിന്നാണ് ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയ കേട്ടോ. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ ഏറെ ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും കാണണേ. നാരങ്ങ വെള്ളം എല്ലാവർക്കും ഇഷ്ടമായി കാരണം, പക്ഷെ നോമ്പിന് മാത്രം സ്പെഷ്യൽ അതിന്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു ഐറ്റം അടാറ് നാരങ്ങ ജ്യൂസ് ഉണ്ട്. വലിയ മെനക്കേടില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അവനവന്റെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് അങ്ങനെ അങ്ങോട്ട് ഇളക്കി മറിക്കുക. തേങ്ങ, ഇഞ്ചി, ഒരു 5-6 ഏലക്ക മിക്സിയിലിട്ട് നല്ലോണം അരച്ച് നേരത്തെ ഉണ്ടാക്കിയിലേക്കാണ്ട് പിഴിഞ്ഞു വെക്കുക.
മറ്റേ 1.5 നാരങ്ങ സ്ലോ മോഷൻ അങ്ങോട്ട് ചീറ്റിച്ചാണ്ടല്ലോ സാധനം എജ്ജ് ആദ്യാന്ന് വെച്ചിട്ടാ. അതിനുശേഷം ഇങ്ങനെ സ്റ്റീൽ ടെമ്പറിലാക്കി ടേബിൾ അങ്ങോട്ട് വെച്ചാണ്ടല്ലോ കഞ്ഞിന്റെ വെള്ളം വെച്ചിട്ട് ഒരു മനുഷ്യൻ കുടിക്കൂല എന്നാ ഒറ്റക്ക് നിങ്ങൾക്ക് മോന്തയും ചെയ്യാം. ഇനി അതിൽ നിങ്ങൾക്ക് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഫീൽ കമ്മിയായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുപ്പി ഗ്ലാസ് അങ്ങോട്ട് പാർന്നിട്ട് വല്ല സായിപ്പന്മാർ കുടിക്കുന്ന സ്റ്റൈല് വലിച്ചങ്ങോട്ട് കുടിക്കുക. ഇനി അതുമല്ല വിശപ്പിന്റെ അസുഖമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുപ്പിക്കാക്കിയിട്ട് ഒരു ഔൺസ് വീതം 3 നേരം കുടിച്ചാണ്ടല്ലോ അസുഖങ്ങളൊക്കെ പമ്പ അടക്കും. ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്വീറ്റും ക്രിസ്പിയും എന്ന വളരെ സിമ്പിളും ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതിനുവേണ്ടി ആദ്യം ബ്രെഡ് എടുത്ത് വെക്കുക. അതിന്റെ നടുഭാഗത്തേക്ക് ഡയറി മിൽക്കിന്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിന്റെ മുകളിലേക്ക് വീണ്ടും ഒരു ബ്രെഡ് എടുത്ത് വെക്കാം. ഷാർപ്പ് എഡ്ജസ് ഉള്ള യൂട്ടൻസിൽസ് നിങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യരുത്. ഒരു വളവൊക്കെ ഉള്ള ഒരു ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡ് നമ്മളൊന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ടുണ്ട്. മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് റെഡിയാക്കി വെച്ചിരുന്നത് ഈ മുട്ടയുടെ മിക്സറിനകത്തോട്ടൊന്ന് മുക്കുക, ബ്രെഡ് ക്രംസിനകത്തോട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഇതിങ്ങനെ പടപടയെന്നൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് മറിച്ചിട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് മൊരിച്ചെടുക്കുക. ഹായ്, ഒന്ന് കഴിച്ചു നോക്കി, സൂപ്പറായിരുന്നു സാധനം. മുംബൈ മുഹമ്മദ് അലി റോഡിലുള്ള ഫേമസ് ആയിട്ടുള്ള പപ്പുവാല ജ്യൂസ് സെന്ററിലെ ദിൽവാലെ ഷേക്ക്. നല്ല കാമ്പുള്ള ഒരു കരിക്ക് എടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് കാമ്പ് ബ്ലെൻഡറിലേക്ക് മാറ്റുക. കറക്റ്റ് ആയിട്ടുള്ള ഒരു കരിക്ക് കിട്ടാനായിട്ട് കുറെ കഷ്ടപ്പെട്ടു. ഇതിലേക്ക് കുറച്ച് കശുവണ്ടിയും പാറ പോലുള്ള തണുത്ത പാലും പിന്നെ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് ബ്ലെൻഡറിൽ നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിനി നമുക്ക് കരിക്കിലേക്ക് ഒഴിച്ച് ഫില്ല് ചെയ്യാം. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഏകദേശം പണികളൊക്കെ തീർന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ക്രീമിന്റെ ഒരു നദി കൊണ്ട് നമുക്ക് ടോപ്പ് അങ്ങ് ഫില്ല് ചെയ്യാം. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ലുക്കിന് വേണ്ടി കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് ചുമ്മാ പൊളി ഐറ്റമാണ്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ പേജ് ഡൈൻ ഇൻ കൊച്ചി ഒന്ന് ഫോളോ ചെയ്യാം. വീട്ടിൽ ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ച് ബോൺലെസ് പീസസ് മാറ്റി വെച്ചാൽ നല്ല അടിപൊളി ചിക്കൻ പോപ്കോൺസ് ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടി മിക്സിയിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടിയൊക്കെ ഇതൊക്കെ ആവശ്യത്തിനിട്ടിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇത് ഓൾറെഡി കുറച്ച് ഉപ്പും നാരങ്ങാനീരും മഞ്ഞളും കൂടെ പുരട്ടിയ ചിക്കൻ ആയിരുന്നു. കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് എന്നിട്ട് നമുക്ക് അടച്ചിട്ട് റെഫ്രിജറേറ്ററിൽ ഒരു 1.5 മണിക്കൂർ വെക്കാം. ബ്രെഡ് ക്രംസ് ഓൾറെഡി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ആ മുട്ടയുടെ മിക്സറിൽ മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഫുള്ള് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് അതിനെ കുക്ക് ചെയ്യുക. എന്നിട്ട് അങ്ങനെ കോരിയെടുക്കുക. ഹൈവ, അടിപൊളി സാധനം മോനെ. ഈ മഴക്കാലത്ത് സുലൈമാനിയുടെ കൂടെ കടിക്കാൻ പറ്റിയൊരു കറുമുറുണ്ട്. അതിന് ആദ്യം കുറച്ച് അരിപ്പൊടി എടുക്കുക. അതിലേക്ക് മൈദപ്പൊടി, പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റായ കരിഞ്ജീരകം, കുറച്ച് കറുത്ത എള്ള്, ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയും. പിന്നെ മുളക് പൊടി ഓപ്ഷനാണ്, പക്ഷെ ഇട്ട ഏറ്റവും ബെസ്റ്റ് ആണ്. ആവശ്യത്തിന് ഉപ്പും പിന്നെ സാമ്പാറിലൊക്കെ ഇടുന്ന കായപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു കപ്പ് ഉഴുന്ന് നന്നായി കഴുകിയിട്ട് വറുത്ത് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സാധാ പച്ചവെള്ളം കുറച്ച് ഒഴിച്ചെടുത്ത് മാവാക്കി എടുക്കുക. വെള്ളം കൂടരുത്. കേരളത്തിലെ എല്ലാ വീടുകളിലും കാണാനിടയുള്ള ഈ ഇടിയപ്പം അല്ലെങ്കിൽ നൂലപ്പം ഉണ്ടാക്കുന്ന കുറ്റിയിലേക്ക് ചില്ലുട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതാണ് ഇതിൽ കുറച്ച് മെനക്കെട്ട പരിപാടി. ഒരു ചട്ടുകം വെച്ച് ഇങ്ങനെ വട്ടക്കത്തിൽ ചുറ്റിയെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ വളയിട്ട കൈകളെ നിങ്ങൾക്ക് ആശ്രയിക്കാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഉള്ളു വേവൂല. അപ്പൊ ഇതാണ് നല്ല മൊരിവുള്ള കറുമുറു നുറുക്ക്. പഠിക്കണ കാലത്ത് ഏറ്റവും കൂടുതൽ കുറവ് മാർക്ക് കണക്കിലായതുകൊണ്ട് അതിന്റെ വൈക്ലഭ്യം തീർക്കാൻ ഞാൻ ഒരു ട്രയാങ്കിളും സ്ക്വയറും ഉണ്ടാക്കി. ഒരു ഗ്ലാസ് കട്ടനും ആ പൊട്ടിച്ച നുറുക്കും ബാക്ക്ഗ്രൗണ്ടിൽ ഇച്ചിരി മഴയും. ആഹാ, ഡബിൾ. ക്യാമ്പ് സെറ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിൽ വന്നൊരു പുതിയ ഐറ്റമാണ് മടൽ വെട്ടി ബീഫ് കറി. എനിക്കറിയാം പലർക്കും ഈ രുചി ചിന്തിക്കാനേ പറ്റുന്നുണ്ടാവില്ല. മടൽ വെട്ടി ഒരെണ്ണം തരട്ടെ എന്ന് ചിലപ്പം കേട്ടിട്ടുണ്ടാവും. ബീഫിൽ കറിവേപ്പില, ഉപ്പ്, വറ്റൽമുളക്, 2 ചെറിയ കിഴങ്ങ്, സവാള, ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, 3-4 കാന്താരി മുളകും. ഇടിക്കുകയോ ചതക്കുകയോ ഒന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടോളൂ. പാഷൻ ഫ്രൂട്ട് ഇല്ലാത്തവർക്ക് നാരങ്ങ നീരോ വിനാഗിരിയും ചേർക്കാം. പിന്നെ ബീഫിന്റെ എല്ലാമായ തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കണം. മടല നിറച്ച കുക്കറിൽ ചിരട്ട ഉൾപ്പെടെ ആ മസാലയും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബീഫും ചേർത്ത് കൊടുക്കുക. ഒരു 10-15 വിസിൽ വെച്ചോ, ഒരു കുഴപ്പമില്ല. ഇതിലൊന്നും ഒരു പിശുക്ക് കാണിക്കണം. ബീഫ് നന്നായിട്ട് വെന്തോട്ടെ. ഇത് ഉണ്ടാക്കി തീരുന്നവരെ എനിക്ക് ശരിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു നല്ലതായിരിക്കുമോ എന്നുള്ളത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫും തേങ്ങാക്കൊത്തും കപ്പയും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദ് അത് അന്യായം തന്നെയാണ്, വേറെ ലെവലാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അണ്ടിൽ ദെൻ